നമസ്കാരം. ശബരിമല കൊള്ളക്കേസിൽ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ടുള്ള പത്മകുമാറും വാസുവും ഒക്കെ അഴിക്കുള്ളിൽ കഴിയവെ തന്നെ പുതിയൊരു കഥാപാത്രം രംഗപ്രവേശം ചെയ്തത് നാം എല്ലാവരും കണ്ടതാണ്. തത്വമയി ന്യൂസ് തന്നെ അതിൻ്റെ സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഡി മണി, ആദ്യം ദാവൂദ് മണി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഡിണ്ടുഗൽ മണി അഥവാ ഡയമണ്ട് മണി എന്നൊക്കെയാണ്, പിന്നെ MS മണിയാണ് യഥാർത്ഥ പേര് എന്നൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു വഴിത്തിരിവാണോ അതോ വഴിതിരിക്കലാണോ നടക്കുന്നത് ഈ കേസിൽ എന്ന് ഉള്ള സംശയങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ സംശയിക്കുവാനുള്ള കാരണം, ഒരു ഭാഗത്ത് ഇതെല്ലാം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതായിട്ടുള്ള വാർത്തകളായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു വശത്ത് മണി ഒരു പാവത്താനാണ്, റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാണ്, അല്ലെങ്കിൽ ഒരു സാധുവാണ്, ഞാൻ ആത്മഹത്യ ചെയ്യും തുടങ്ങിയ വാർത്തകൾ വരുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് മണി 6 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുകയും അതിനുശേഷം ശതകോടീശ്വരനായി മാറുകയും ചെയ്തു. മണിയെ ചുറ്റി മൊത്തം നിഗൂഢതകളാണ് ചൂഴ്ന്നു നിൽക്കുന്നത്. ഡിണ്ടുഗലിൽ പോയി മണിയെ ചോദ്യം ചെയ്യുക, ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുക SIT ടീമിന് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ, അതായത് ഡിസംബർ 30 തിരുവനന്തപുരത്തെത്തി SITക്ക് മുമ്പിൽ ഹാജരാകുവാൻ ഉള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, ഇങ്ങനെ നിഗൂഢതകളും ഒക്കെ ഇങ്ങനെ നീളുകയാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകൾ മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണോ, യഥാർത്ഥമായിട്ട് ഡിണ്ടുഗൽ പ്രദേശത്തൊക്കെ മണിയെക്കുറിച്ച് അന്വേഷിച്ചും മണിയുടെ മറ്റ് രാജ്യാന്തര ബന്ധങ്ങളും ഒക്കെ അന്വേഷിച്ചും ഒക്കെ കണ്ടുപിടിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ചോർന്ന് കിട്ടുന്നതാണ് ഈ വാർത്തകളെല്ലാം. ഇത്തരത്തിൽ വാർത്തകൾ ചോർന്ന് കിട്ടുമ്പോൾ 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, അന്വേഷണത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുക, മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള പോലീസിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ഉദ്ദേശം. രണ്ടാമത്തേത്, ഇതുമായിട്ട് ബന്ധമില്ലാതെ ഈ അന്വേഷണത്തിൻ്റെ വഴിതിരിച്ചു വിടുക, ശ്രദ്ധ തിരിക്കുക എന്നുള്ളൊരു പദ്ധതി. അത് 2 തരത്തിലാവാം. ഒന്ന്, അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുവാനുള്ളതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള തന്ത്രങ്ങളാവാം. ഇതൊക്കെ പൊതുവായി നടക്കുന്ന കാര്യങ്ങളാണ്. മാധ്യമങ്ങൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കുമൊക്കെ അറിവുള്ള കാര്യങ്ങളുമാണ്, പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ട്. സാധാരണ ജനങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം സാധാരണ ജനങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ അറിയുവാൻ, ഇത്തരത്തിലുള്ളൊരു പദ്ധതികൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് എന്നുള്ളത് അറിയുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. അങ്ങനെ ഇരിക്കെ ഇതൊരു വഴിതിരിക്കലാണോ അല്ലെങ്കിൽ വഴിത്തിരിവാണോ എന്നുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ്. ഈ വഴിത്തിരിവാണെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നുള്ളത് ഒരു 4.5 കിലോഗ്രാം സ്വർണത്തിൻ്റെ അപ്രത്യക്ഷമാകലിൽ നിൽക്കുന്നതൊന്നല്ല. ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നതുമായിരിക്കുവാനുള്ള സാധ്യത കുറവാണ്. മറ്റ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റ് മഹാക്ഷേത്രങ്ങളിലേക്കും ഒക്കെ ഈ അന്വേഷണം നീളേണ്ട ഒരു ആവശ്യകത വന്നു ചേർന്നേക്കാം. വഴിത്തിരിവാണെങ്കിൽ. വഴിതിരിക്കലാണെങ്കിൽ ഈ കേസ് എങ്ങുമെങ്ങും എത്താതെ ഒരു ആവിയായി പോകാൻ, അയ്യൻ്റെ സ്വർണവും ഈ കേസുമൊക്കെ ആവിയായി പോകാനുള്ളൊരു സാധ്യതകളുമുണ്ട്. ആവിയായി പോകാനുള്ളൊരു സാധ്യതകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ TG സാർ TG മോഹൻദാസ് സാറ് ഈ കഴിഞ്ഞ ദിവസം വളരെ രസകരമായൊരു നിരീക്ഷണം നടത്തിയിരുന്നു. ഒരു കേസ് പോകുന്ന ഒരു രീതി വെച്ചിട്ട് ഇനി ഇതിലേക്കൊരു സ്ത്രീ കടന്നു വരണം എന്നുള്ളൊരു നിരീക്ഷണം അദ്ദേഹം നടത്തിയിരുന്നു. വളരെ രസകരമായ, എന്നാൽ തീർത്തും സത്യസന്ധമായിട്ടുള്ളൊരു നിരീക്ഷണമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്തരത്തിൽ മുമ്പ് വന്നിട്ടുള്ള കേസുകളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ഓർമ്മ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്കാണ് ഇത്തരം കേസുകളിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത കൂടുതൽ സെൻസേഷണൽ എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഉദ്വേഗജനകമായിട്ടുള്ള, അല്ലെങ്കിൽ പുതിയ ഒരു ഉദ്വേഗജനകമായ കേസ് വരുമ്പോൾ നാമൊക്കെ ഇത് മറന്നുപോകും. ഒരു കേസ് മറന്നുപോകും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധമില്ലാത്ത പഴയ കേസുകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അതിപ്പോൾ പോൾ മുത്തൂറ്റ് വധക്കേസാണെങ്കിലും അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ISRO ചാരക്കേസൊക്കെ ആണെങ്കിലും, ഇതിലെല്ലാം ഒരു സ്ത്രീകൾ കടന്നു വരുന്നതോടുകൂടി ഇതൊക്കെ മലയാളികളുടെ ഭാവനയെ ഇക്ലിപ്പെടുത്തുന്ന ഒരു കഥകളായി രൂപാന്തരപ്പെടുകയും അനന്തരം ഈ കേസുകളൊക്കെ എങ്ങും എത്താതെയോ, അല്ലെങ്കിൽ എവിടെ എത്തിയാലും മലയാളി അതിനെക്കുറിച്ച് ഒരു ബോധവാനാകാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കഴിഞ്ഞല്ലോ
എന്നുള്ള ആ ഇക്കിളിപ്പെടുത്തുന്ന അവസരങ്ങളിൽ കൊള്ളാം എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളെല്ലാം ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകാറുണ്ട്. ISRO ചേര കേസിലാണെങ്കിൽ മറിയം റഷീദയും ഒക്കെ വന്നതോടുകൂടി ആ കേസിനൊരു ഇക്കിളിപ്പെടുത്തുന്ന മാനം ഉണ്ടാവുകയും ഒടുവിൽ ദശാബ്ദങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ഈ കേസ് ഒരു പുകമറയായിരുന്നു, ഒരു കാര്യവുമില്ലാത്തൊരു കേസായിരുന്നു എന്ന് നമ്പിനാരായണൻ സാറിൻ്റെ കാര്യത്തിൽ വിധിക്കുകയും ഒക്കെ ചെയ്തത് നാം എല്ലാവരും കണ്ടതാണ്. ഇനി മുന്നോട്ട് വരുമ്പോൾ പോൾ മുത്തൂറ്റ് വധക്കേസിൽ എസ് കത്തി, കാര്യ സതീഷ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആദ്യം പതുക്കെ നമ്മുടെ മുന്നിലേക്ക് മാധ്യമങ്ങൾ വഴി വയ്ക്കപ്പെട്ടു. ഇടയ്ക്ക് ഒരു ചെറിയ ഈ ഒരു എന്താ പറയുന്ന ബിറ്റ് പീസ് തിരികെ എന്ന് പറയുന്നില്ലേ, ഒരു സജഷൻ തരുന്നത് പോലെ കാറിൽ പോൾ മുത്തൂറ്റിൻ്റെ കാറിലാണോ അതോ പുത്തമ്പാലൻ രാജേഷിൻ്റെയും ഓം പ്രകാശിൻ്റെയും കാറിലാണോ നടിമാരുണ്ടായിരുന്നത്, സിനിമാ നടിമാർ. അതിലൊരു നടിയുടെ പേര് ഇടയ്ക്കിടെ പറഞ്ഞും പറയാതെയും ഒക്കെ പറഞ്ഞും മലയാളികളെ ആ കേസിലും ഇക്കിളിപ്പെടുത്തി. പോൾ മുത്തൂറ്റിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത്? കാര്യ സതീഷിനെ തൂക്കിക്കൊന്നോ അല്ലെങ്കിൽ കാര്യ സതീഷ് ആരുടെയെങ്കിലും കൊട്ടേഷൻ എടുത്തിട്ടാണോ പോൾ മുത്തൂറ്റിനെ വധിച്ചത്? കാര്യ സതീഷ് തന്നെയാണോ പോൾ മുത്തൂറ്റിനെ വധിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം മലയാളികൾ ഇന്നും അജ്ഞരായി തുടരുന്നു. ഇപ്പോൾ ഈ അൺനോൺ മാൻ്റെ ഇത് വന്നതിന് ശേഷം അജ്ഞാതരെക്കുറിച്ചുള്ള ചിന്തയാണ് എപ്പോഴും. അജ്ഞരായി തുടരുന്നു. അതുപോലെ തന്നെയായിരുന്നു സോളാർ കേസിൽ ആദ്യം മുതലേ ഒരു സ്ത്രീ സാന്നിധ്യമുള്ളതിനാൽ ഇക്കിളി ആദ്യം മുതലേ ഉണ്ട്. സരിതാ നായർ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് വളരെ പ്രസിദ്ധമാണ്. ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ നയതന്ത്ര പരിരക്ഷയുള്ള ബാഗുകളിൽ സ്വർണം കടത്തിയ, ഖുറാനുകളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയ തുടങ്ങിയ ആരോപണങ്ങൾ വന്നപ്പോൾ അവിടെയും ഒരു സ്ത്രീ രംഗപ്രവേശം ചെയ്തു. അതിനുശേഷം ആ കേസുകളുടെയൊക്കെ ഇതുവരെയുള്ള പരിണാമം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിലൊരവസ്ഥയിലേക്കാണോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നീങ്ങുന്നത് എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടായാൽ അതിന് കുറ്റം പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഈ ചുരുങ്ങിയ കാലത്തേക്കുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ഒരു ഇക്കിളിയോടുള്ള ഒരു അഭിവാഞ്ച ആണ് എന്നെയും നിങ്ങളെയും പോലുള്ള മലയാളികളെ ഇത്തരമൊരു അവസ്ഥകളെ സ്ഥിരമായി കണ്ടാലും അതിൽ നിന്ന് പാഠം പഠിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.